ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. ഓ അല്ല ചേട്ടോ, ഞാൻ കണ്ടതാണ്. എന്റെ എത്ര ഉള്ള മീനുണ്ട് അവിടെ? നിന്റെ അത്ര ഉള്ള മീനാ? ശിവനോട് എത്ര ഉള്ള മീൻ? കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റുമോ? പാറക്കൂട് എത്ര ഉള്ള മീൻ? എന്തിനാണ് ഇങ്ങനെ തള്ളണത്? ഞാൻ പറഞ്ഞ പാറക്കൂട് എത്ര ഉണ്ട്? അത്ര ഒരു മീനുണ്ടെങ്കിൽ അത് ഞാൻ പൊക്കും കേട്ടല്ല. ഓഹോ, രണ്ടും കൂടി ചൂണ്ടിടാനുള്ള പരിപാടി. എന്നെ കൂടി കൂട്ടിയിട്ട് രണ്ടാളും കൂടി ചൂണ്ടിട്ടാ മതി. എവിടെ പോണത്? ആ കുളത്തിന്റെ കൊണ്ടാണ് പോണത്. അവിടെ നല്ല ആഴമാണ്. എന്നാ വാ, അങ്ങോട്ട് പോവാം. അല്ല, നല്ല ജീവിയുടെ ശബ്ദം ചേട്ടാ. ആട്ടിലേക്ക് നീട്ട് നീട്ടിട്ട് നീ എന്തിനും ഇങ്ങോട്ട് വന്ന്? ഞങ്ങളിങ്ങോട്ട് മീൻ പിടിക്കും. ഞങ്ങൾ അമ്മ അറിയാതെ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ ഇവിടെ കാണാണ്ട് അമ്മ ഇങ്ങോട്ട് തേടി വന്നോളൂ. പൊടി നീ പൊടി വീട്ടിൽ പൊടി. ഞാൻ പോവില്ല. അതെ മക്കളെ, എത്ര ദിവസം ഈ പരിപാടി തുടങ്ങിയിട്ട്? 2 ദിവസം. എനിക്ക് തോന്നി. എന്ത് തോന്നി? നിങ്ങളെ അവിടെ കണ്ടത് നിങ്ങളിങ്ങനെ കൂടെ വന്നേ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ ഇതിനെ കൊണ്ടാക്കി വന്നേ. അച്ഛൻ വരുന്നു. അച്ഛനും വരട്ടെ. തീർന്നടാ. നിങ്ങളുടെ കള്ളം പൊളി. നിനക്ക് എന്തോന്നാടി നിനക്ക്? മുടിയാ നീ പിള്ളേരെ വിളിച്ചിട്ട് ഇവിടെ വന്നിരിക്കണം. സത്യം ഞാൻ കേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവള് തന്നെ ഇഷ്ടത്തിന് വന്നാണ്. ഇവളടുത്ത് ഞങ്ങൾ പറഞ്ഞില്ല. എത്ര അടി താഴ്ചയെന്നറിയാടാ? വീഴുന്ന പൊടി പോലും കിട്ടില്ല. അറിയാ എനക്ക്. സോറി, ഞങ്ങള് സേഫ് ആയിട്ട് തന്നെ വന്നത്. ചൂണ്ടൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചു? അനിയനും ചേട്ടനും കൂടെ എത്ര ദിവസമായില്ലേ തുടങ്ങിയിട്ട്? എത്ര ദിവസമായി? പണ്ട് ഓർമ്മയുണ്ട് നമ്മൾ പുതുക്കുളത്തിൽ ചൂണ്ടിടാൻ പോയത്. അണ്ണൻ പോലും അറിഞ്ഞില്ല. എനിക്ക് ഇത്ര വലിയ മീൻ കിട്ടിയില്ലേ. വീട്ടിൽ ചെന്നപ്പോ അമ്മ അവനെ തുണിപ്പെടുത്തടിച്ച്. നല്ല മോയ് കൂടെ എന്നിട്ട് ഓടിക്കളന്നടാ. അടികൊണ്ട ഞാൻ. അതെപ്പോഴെങ്ങനെയാണല്ലോ. എടാ കൊത്തനാടാ? കൊത്തണ ഇല്ല, ഞാൻ കൊറേ നേരം നോക്കണം. മപ്പ് മീന്. മപ്പ് മീനാ? സുരേന്ദ്ര, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവളെ കൊണ്ട് വീട്ടിൽ പോ. എങ്ങനെ നമ്മളെ മീൻ പിടിച്ചിട്ട് വരാം. അയ്യടാ ഞാൻ പോയൊന്നുമില്ല. ഞാനും പോവില്ല. ഇതാണ് കഷ്ടം. നീ പറഞ്ഞ അറിയാല്ലേ. പോ. ഞാൻ പോവില്ല. എനിക്ക് മീൻ പിടിക്കുന്ന കാണണ്ട. പോയി. അപ്പൊ ഞാൻ അച്ഛൻ വലിയ മീൻ പിടിച്ചോണ്ട് വരാം. അമ്മയുടെ അടുത്ത് പറയാം മുളകൊക്കെ അരച്ച് വെക്കാൻ പറ. ഇന്ന് പൊരിച്ചടിക്കാം നമുക്ക്. അരിച്ച വെക്കും. നല്ല ചീത്ത കിട്ടും എനിക്ക്. ഇങ്ങോട്ട് കൊത്തണ നോട്ട് മകളെ പതുക്കെ ഇങ്ങോട്ടോ. ഇവിടെ നീ മിണ്ടാതി. വീടാ അവിടെ വന്നോ. അവിടെ വന്നോ. എടാ അങ്ങോട്ട് അണ്ണാ അങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് കൊടുക്കും. കളിക്കല്ലേ കണ്ട മാനെ. ഒരുപാട് മീനുണ്ടോ? അങ്ങോട്ട് ഇടണ. അങ്ങോട്ട് ആര് വിട്ടത് കൊണ്ടാ? കൊത്തണതും നേരെ കൊടുത്ത ശരിയായില്ല. ഇതൊരു പട്ടത്തിന്റെ വാലൂർ കിടക്കുന്ന നേരം ഇങ്ങനെ അല്ല കൊടുത്തത്. ഇങ്ങനെ തന്നെ പ്രശ്നം. ഇത്ര നേരം എന്തിനാടാ? ഇത്ര വരെ വേണ്ടേ? മുടിഞ്ഞെന്നെ പറഞ്ഞ വലിയ ഇല ഉണ്ടെങ്കിൽ വലിയ മീൻ കൊത്തും. വലിയ അത് ചേർത്ത് വെക്കണം അകത്തോട്ട്. ഉമ്മാർക്കൊന്നും അറിഞ്ഞൂടാ ഇത്. കേശുവേ, കേശു, ശിവാ, ശിവാ. പിടിക്കാൻ തുടങ്ങി. എടാ ഇത്ര മണ്ണറല്ല ഇടേണ്ടത്. വലിയ തവളയുണ്ട്, അതിനെ കൊടുത്തിടണം. അതല്ലെന്നേ ഈ ചൂണ്ട ശരിയല്ലെന്ന്. ഇത്ര വലിയ തവള കിട്ടാലേ ആ മീനെ മൊത്തം തവള. അല്ല എങ്ങോട്ട് ചെളിഞ്ഞ് കയറി പോണത്? എവിടെ കയറി പോകണടാ ചെളിഞ്ഞ്? വീട്ടിലോട്ടാ? അവിടെ അറിഞ്ഞണ്ടല്ലേ എല്ലാത്തിനും പോലും എനിക്കും കിട്ടുവാടി. എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സത്യം പറയും. ആടി കൊന്നതാ ഞാൻ. അവൾ അറിയാതെയാണ് നമ്മളത്. ഓക്കെ എന്റെ അപ്പ പകത്തിൽ കണ്ട് ചൂണ്ടിട്ട് കൊരിപ്പിട്ട് പിടിക്കാൻ കഷ്ടപ്പെടാത്. അതുകൊണ്ട് പിടിച്ചാൽ ഞാൻ ഇല്ല, ഞാൻ ഓടി തന്നെ. അതുകൊണ്ട് അവൾ അറിയാതെ. ഓക്കെ നീ എവിടെയെങ്കിലും നേരെ മഴ നിനക്ക് നല്ലത്.
ഇരിപ്പുണ്ടായിരുന്നാ? ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ ഒന്ന് നോക്കിയപ്പോ കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെ പോകാൻ ഞാൻ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നല്ലോ. ഇല്ല, ഞാൻ നേരത്തെ ഒന്ന് ഇവിടെ നോക്കിയതാണല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞാൻ ഇവിടെ പോവാനാ? ഞാൻ ഇവിടെ പിന്നെ എത്ര വിളിച്ചു ഞാൻ? എന്തൊരു കാര്യം? എവിടെയായിരുന്നു നീ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇവിടെ നോക്കിയതാണല്ലോ. എന്തിനാ വിളിച്ചേ? അല്ല, ഇവിടെ നീ എങ്ങനെ എത്തിയപ്പോ? എന്തിനാ ഞാൻ ഇവിടെ എങ്ങനെ തന്നെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ വിളിക്കുമ്പോ നീ ഉണ്ടായിരുന്നു ഇവിടെ? അമ്മ വിളിക്കുന്നത് ഞാൻ കേട്ടു പോലും. അമ്മ വിളിച്ചോ? കേശു എവിടെ? അവരെവിടെങ്കിലും കാണും. നീ ഇപ്പൊ ഒന്ന് ഇവിടെ? അപ്പൊ ഞാൻ ഇത്ര നേരം വിളിച്ചത് നീ കേട്ടില്ലായിരുന്നോ? അല്ല, ഞാൻ പുറത്തായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. എന്നിട്ട് അപ്പൊ അച്ഛനെവിടെ? അതുകൊണ്ടായിരിക്കുന്ന ആളല്ല അച്ഛൻ. അല്ല, നിങ്ങളെപ്പോ വന്നു ഇവിടെ? നിങ്ങളെപ്പോ വന്നു ഇവിടെ? എപ്പോഴും വന്നു. ഞാൻ ജംഗ്ഷൻ വരെ പോയിരുന്നു. 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറോ? അല്ല, അപ്പൊ ഞാൻ ബാത്റൂമിൽ പോയിരുന്നേ. 1 മണിക്കൂറായിട്ട് ബാത്റൂമിലായിരുന്നാ? എന്തൊക്കെ അറിയണമെന്ന് പറഞ്ഞു പോയായിരുന്നു പണി. അപ്പൊ ഞാൻ നേരത്തെ വന്ന പച്ച ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നല്ലാതെ എന്ത് ബാത്റൂം പോയതല്ലേ? ബാത്റൂം പോയിട്ട് വന്നിരുന്നാ? ഞാൻ ബാത്റൂമിൽ പോയി. ബാത്റൂം ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തൊക്കെയാണോ അവിടെ ഇവിടെ നിൽക്കുന്നു? അതല്ല, നീ പോയിട്ടെപ്പോ വന്നെന്ന്? അതാണ്. അത് ലോക്ക്ഡൌണിന് മുമ്പാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലോ ജനുവരിയിലോ ആണ്. എടാ മൊട്ടത്തലയാ, അതല്ല ചോദിച്ചത്. നീ ഇപ്പൊ പോയിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോയിട്ട് എപ്പോ വന്നെന്ന്? ഇപ്പൊ ഇവിടെ ഇരിക്കല്ലേ ദീലു? നീ ഒന്നും പറയാതെ ഇന്ന് ചേട്ടത്തി. ഒന്നുമില്ല, നീ അവിടെ ഇരുന്നു. സാധനം വച്ചാ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ലായിരുന്നു. മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയില്ലേ? അത് കിട്ടിയത് നമുക്ക് വർക്കായിരുന്നു. വർക്കാവൊന്നുമില്ലായിരുന്നു. ചൂണ്ട മോശമായിരുന്നു. പോകുമ്പോ നല്ല ചൂണ്ടയും കൊണ്ട് പോകണ്ടേ? പൊട്ട ചൂണ്ടയും കൊണ്ടാണോ മീൻ പിടിക്കാൻ പോണേ? പോടാ അവിടെ. അറിഞ്ഞു. ഞാൻ നിരപരാധി. ഞാൻ അറിഞ്ഞില്ല. എപ്പോ നിരപരാധി? എപ്പോ നിരപരാധി? നീ കൂട്ടിയതില്ല അതിന്? വാട്ടായിക്കോട്ടെ എല്ലാരും കൂടെ. എന്നെ പഠിച്ചിട്ട് പോകാന്ന് വിചാരിച്ചല്ലേ? ഇവിടെയൊക്കെ പോയി ടെൻറ്റ് വന്നേക്കാം. ഒരുപാടി പിള്ളേരെ കൊണ്ട് ചൂണ്ടിടാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞു പോണ്ടാ പോണ്ടാ പോണ്ടാ. അയ്യോ അടിച്ചല്ലേ അടിച്ചല്ലേ. അയ്യോ പോയ അങ്ങോട്ട് പോയ. ശരി പോ, തുടങ്ങണ കണ്ടില്ലേ? ആ പോ. ഇവിടെ വന്നേ. അമ്മ തല്ലലാണെങ്കിൽ ഞാൻ വരില്ല. സത്യം ഇങ്ങോട്ട് കയറി വരാൻ. തല്ലൂലെന്ന് പറ. ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞപ്പോ തല്ലരുത്. തല്ലില്ല. അതെ, ഈ പാറമടയിൽ എപ്പോഴും പോവലെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന് 10-30 ആഴ്ചയില്ലേ? അതല്ലേ അറിയാലോ. എന്നിട്ടാണ് എപ്പോഴും ഓടിപ്പോണത് അല്ലേ? നിനക്ക് നീന്തൽ അറിയാമോ? ഇല്ല. നിനക്കറിയാമോ? ആദ്യം രണ്ടുപേരും നീന്തൽ പഠിക്ക്. നീന്തല് പഠിച്ച പാറമടയിൽ പോവാ. എപ്പോഴും പാറമട പോവാൻ നിന്നെ തള്ളാടിരിപ്പണ്ടാ? ഏയ് സുരേന്ദ്ര, മുങ്ങല്ലേ? സത്യമായിട്ട് മുങ്ങല്ലേ അടുത്ത്? ഞാൻ സൈഡിൽ നിന്നേ ഉള്ളൂ. കൂടുതൽ വാവാളിക്കല്ലേ കേട്ടാ? ഇനി പാറമടയിൽ എങ്ങനെ 2 എണ്ണവും പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ചാടിച്ചാവും. അതെങ്ങനെ പറ്റും? നമുക്ക് നന്നായിട്ട് നീന്തൽ അറിയാവുന്ന ആളല്ലേ. പണ്ട് പടവലത്ത് ഒറ്റയടിക്ക് അങ്ങോട്ട് നീന്തി കിടന്ന ആളല്ലേ അമ്മ. പോ. ഇനി അവരോടും പോകില്ല അടുത്ത്. പോലേട്ടാ, അവരെ പോലെ. അവര് മാത്രല്ല, നിങ്ങൾ ആരും പോകരുത്. അത് ചേട്ടത്തി ഞങ്ങൾ പോയല്ല. ഇവിടെ ശിവ അങ്ങനെ നടന്ന് പോണ കണ്ടു, ഓടി പോണ കണ്ടോണ്ട് ഞാൻ ഉടനെ കടയിൽ പോയിട്ട് വന്ന് ബാക്കിൽ നിന്ന് പോയതാണ്. അവിടെ പോയപ്പോൾ അണ്ണൻ പറഞ്ഞു, ഡേയ് വന്നതല്ലേ ചൂണ്ട കിട്ടിട്ട് പോവാന്ന്. എങ്ങനെ ഒന്നുകൂടെ പറ. അണ്ണൻ പറഞ്ഞു ഇവിടെ
ചൂണ്ട ഇരിക്കുന്ന മീൻ. എന്റെ സുരേന്ദ്രൻ അതിലേക്ക് ഈ അടുക്കള കയറി വന്ന് നുണയും കൊതി പറഞ്ഞ കാര്യം നിർത്തിക്കൂടാ. ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെ വീട്ടിൽ വെച്ച് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നേരെ അടുക്കള ചെന്ന് അമ്മയുടെ അടുത്ത് ഉള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ആരാ ഉള്ളത് പറഞ്ഞ അല്ല, ആര് കള്ളം പറയണ ആര്? കള്ളം പറഞ്ഞാല് ആര്? ചേട്ടത്തി പണ്ടേ ഇവനുള്ള സ്വഭാവം ഇതാണ്. എന്നെ വിളിച്ചോണ്ടുള്ള കാടും മേടും എല്ലാം കുളവും എല്ലാം കറങ്ങിട്ട് വരും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മ എങ്ങനെയെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ എടുത്തിട്ട് അടിക്കും. ആ സമയം ഓടി തള്ളി കളയുവാൻ. കുറവേണ്ട, നമ്മളൊന്ന് കുത്തി പോകുന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ നമ്മളവിടെ ഓർമ്മയില്ല. ഞാനൊക്കെ ഉറക്കാൻ വേണ്ടി കയറിട്ടാ. അപ്പോൾ നമ്മൾ കുന്നി കയറിയതുകൊണ്ട് അമ്മയുടെ പറഞ്ഞു ഒരു നാണിതളോ നാണിപ്പുണ്ടടാ. അവൻ മരിച്ചു വേണോ? പിന്നെ 110 വയസ്സുണ്ടായിരുന്നു. 110 വയസ്സാ? ഒരു ബ്ലൗസ് ഒന്നും ഇടൂലായിരുന്നു അല്ലടാ. റൗക്ക കിട്ടി കാലിൽ തോടൊക്കെ വെച്ച്. ഇത്ര വലുത് ഒരു വല്ലേ വിളിക്കുന്നത് കൂനിപ്പോയി കൈകാട് വേണ്ട ചുള്ളിയൊക്കെ പക്ഷെ എവള് വയസ്സാകുമ്പോ അതേ മുഖമായിരിക്കും അല്ലേ? ഇറങ്ങിപ്പോ. ഏതാണ്ട് All of you get out. ആദ്യം സ്വയം നന്നാ നോക്ക്. ആണിത്തള്ള എന്ത് പ്രതിർക്കണം? ഞാൻ അവിടെ ദൂരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് അവര് പോകുമ്പോൾ തന്നെ ആ കള്ളന്മാരല്ലേ കുറച്ചൊക്കെ പിറുപിറുക്കും. 10-90 വയസ്സായതല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്ത് മൂളൊക്കെ മാത്രമേ ഉള്ളല്ലോ. തള്ളടി എങ്ങോട്ട്? അതെ അതെ, നിനക്ക് പൊക്കം വെച്ചപ്പോ വണ്ണം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ആ പൊക്കം വെച്ചാൽ ഞാൻ ഇത്രയും താണല്ലേ കളിക്കുന്നത്. എടാ മുമ്പ് ഞാൻ നിന്നെ സിമ്പിളായിട്ട് ചീള് പോലല്ലേ തള്ളി മാറ്റിയിരുന്നേ. എപ്പോ? ആ ഡേറ്റ് ഒന്ന് പറയണേ, ഒന്ന് നോക്കണം. എനിക്ക് ഓർമ്മ ഉണ്ടാവത്തില്ല, എനിക്കറിയാം. എടാ ഇപ്പോഴും ഞാൻ വിചാരിച്ച പറ്റുമൊക്കെ ചെയ്യും. തള്ളിയിടടി, തള്ളിയിടങ്ങോട്ട്. എന്തോന്നടേ? ഞാൻ ചേച്ചി എന്ത് ചേച്ചി കളി ഞാൻ ചേച്ചി നിന്നെ തള്ളിയിടാൻ പറ്റും. നിനക്ക് പൊക്കോടത്തിൽ കൂടി പോയി, അതാണ് പ്രശ്നം. വളരെ സിമ്പിള്. എന്ത് തള്ളിയിടാനാ? ഞങ്ങൾ കളിക്കാനായിട്ടാ. നിനക്കിപ്പോ ചേട്ടനാണ് തരം. ചേട്ടനോട് തള്ളി തോപ്പിക്കാൻ പറ്റുമോ? പിന്നെ തള്ളലും തോൽപ്പിക്കാൻ പറ്റില്ല. അമ്മാര് തള്ളല്ലേ തള്ളണത്. ആ തള്ളല്ല കേട്ടോ, ഇങ്ങനെ. ഓ ഫിസിക്കലി തള്ളല് വാവുണ്ടല്ലോ, അന്ന് സിമ്പിളാ. തള്ളൽ മത്സരം ഉന്തിക്കളി. ഓക്കേ, റെഡി? ഞാൻ ഇപ്പൊ വരാവേ. റെഡി ആയിക്കോ? സാധനം എടുക്കട്ടെ. ഇവിടെ ഇങ്ങോട്ട് പോണു. ഇവിടെ ഇരിക്കണം. അയ്യോ, നമ്മള് വെറുതെ വരയ്ക്കാനെടുത്തിട്ട് ഒരു സർക്കിൾ ഇതിന്റെ പുറത്തിടാൻ. അതിന്റെ പുറത്ത് തള്ളി തോപ്പിച്ച വലുപ്പത്തില് വരയ്ക്കണേ. അങ്ങോട്ട്. ഓക്കെ ഓക്കെ, ചോക്കൊക്കെ മാറ്റിക്കോ. ചോക്ക് മാറ്റി. ഓക്കേ, റെഡി? അപ്പൊ ഇതിനകത്തല്ലേ? യെസ്. കൗണ്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ പടവലം ടീമിൽ നിന്നും മുടിയൻ ചേട്ടനും. ഇവിടെ തുടച്ചിട്ട സ്ഥലമാണ് വൃത്തിയേടാക്കിയല്ലേ? എന്റെ അമ്മയെ ഞാൻ മാറ്റിക്കോളാം. ഞാൻ മാറ്റിക്കോളാം. ഇപ്പൊ വാശിയേറെ മത്സരം ഇവിടെ നടക്കുവാണ്. ഉന്തുകൾ നടക്കുവാണ്. ഓക്കെ, അപ്പൊ പടവലം ടീമിൽ നിന്നും വീണ്ടും മുടിയൻ ചേട്ടനും കേശുവും തമ്മിൽ നടക്കുന്ന വാശിയേറിയ മത്സരമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. മക്കളെ ശൂലം കൂടി വീട്ടിന്റെ മാനം കാക്കണം. ആര് ജയിക്കും? വളരെ വാശിയേറിയ മത്സരം. മറ്റേ ഉന്തൽ മത്സരം വരുന്നപ്പോ കാല് തന്നെയാ ചെറുക്കന്റെ മണ്ട വളർന്നാനിപ്പോ അത് ഇത്തിരി ഫോഴ്സ് കൂടി. അപ്പൊ ജസ്റ്റ് സാരമില്ല. എന്തായാലും പടവലം വീട്ടിൽ മുടിയൻ ചേട്ടൻ ജയിച്ചിരിക്കുന്നേ. ശൂല് കൂടിയ മൂക്ക് കുത്തിച്ച പടവലത്തിന്റെ വൻ വിജയം. മുടിയൻ ചേട്ടനെ കുറിച്ച് ശൂലം കൂടി മുട്ടു കുറിച്ചാ. അവര് കേശു പോയല്ലോ. ഇനി അടുത്തത് ചേട്ടനെ തോൽപ്പിക്കാനായിട്ട് ഇവിടെ ആരുണ്ട്? ശൂലക്കുടിയിൽ നിന്നും നമ്മുടെ ചിറ്റപ്പൻ. ഞാൻ ശരിയാവില്ല. ഇറങ്ങിട്ടപ്പാ. അയ്യേ, പേടി പേടിയൊന്നുമല്ല. മത്സരല്ലേ ഇറങ്ങിട്ടപ്പാ. അത് പേടി. വിഷ്ണുവേ അടികണ്ട് പേടിക്കണം. അയ്യോ ഒരിക്കലും ഇല്ല. ചിറ്റപ്പോ തീർത്തവാ. ഇപ്പൊ തീർന്നു. ഒരു പ്രാവശ്യം ജയിച്ച മുടിയൻ ചേട്ടനും പടവലം ടീമും
വീണ്ടും ശൂലംകുടിയും തമ്മിൽ നടക്കുന്ന വീണ്ടും വാശിയേറിയ മത്സരം. ഓക്കേ. ഇങ്ങനെ ഇരിക്ക്. ചെറുക്കണം റെഡി അല്ലായിരുന്നു. അവൻ തൊടിയായല്ലോ ഒന്ന് ready ആയിട്ടുണ്ടായിരുന്നില്ല. പറ്റില്ല. ഇങ്ങനെ ready ആയിട്ടുണ്ടായിരുന്നില്ല. ശൂലംകുടി വീട്ടിൽ സുരേന്ദ്രന്റെ തോപ്പിക്കാൻ അല്ല അത് ശരിയല്ല, വേണ്ട. വന്ന് വീഴുന്നിട്ട് അങ്ങനെയാണെങ്കിൽ എന്റെ ചെറുക്ക തള്ളിട്ടതാ. ഇനി ശൂലംകുടി വീട്ടിൽ സുരേന്ദ്രൻ തമ്മിൽ തോപ്പിക്കാൻ ആരുണ്ട്? എന്റെ അച്ഛനുണ്ട്, ബാലേന്ദ്രൻ തമ്പിക്ക്. വയസ്സായ കാലത്ത് തന്തയെ കൊല്ലിച്ച് ഇറങ്ങുള്ളൂ അല്ല. കരടിയാണ് കരടി. എന്നെക്കാൾ ആരോഗ്യം നിനക്കാണെന്ന് അറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് ജയിച്ചേ പറ്റൂ. ഇങ്ങോട്ട് ആരോഗ്യം എടുത്താ 5-ാം മൂടി ഇടയ്ക്ക് ഞാൻ കലക്കും. അതുകൊണ്ട് തോറ്റു വന്നേ പറ്റൂ. ചിറ്റപ്പ പുലിയാണ്. റെഡി റെഡി ഓക്കേ. come on. അച്ഛാ ready? Okay. അച്ഛാ ഇപ്പുറത്തേക്ക് വാ. 3 Hey. 2 Okay. 3 2 Dale. ലൈന് ക്ലിയർ അല്ല. കളിക്കല്ലേ തമാശയൊക്കെ കൊള്ളാം, കളിക്കല്ലേ. അച്ഛൻ ചിറ്റപ്പ ചിറ്റപ്പ എനിക്ക് ഞാൻ ചോക്കെടുക്കാൻ പോയല്ലേ. മിണ്ടരുത്. എന്താ സുരേന്ദ്ര? നല്ല വെയിറ്റ് ഉണ്ട്. പലചരക്കടയിൽ അലിയുടെ ലോഡ് വന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അരി അതാ പലചരക്കടയിൽ ഇരുത്തിക്കോ. കൂട്ടൊരു പരമ്പരക്കാലേ ഇങ്ങനെ ഇരിക്കാൻ പറ്റടാ. കാണിച്ചത് ലൈന് ക്ലിയർ അല്ലാത്ത ചോക്ക് എടുക്കാൻ പോയത്. സ്വഭാവം എനിക്കറിയാം കേട്ടോ. കൂടുതൽ അതിനാക്കട്ടെ. എങ്ങനെയുണ്ട് ഇപ്പൊ? ഓക്കെ ആയോ? ഓക്കെ ആയല്ലോ അല്ലേ? തലയ്ക്ക് വെളിവുണ്ടോടാ നിനക്ക്? ഇല്ല. ആ കുറച്ച് തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ നീ പിരിയൻ എടുത്ത് പോവായിരുന്നോ കളിക്കാൻ? പോവായിരുന്നോന്ന്? എന്താ എന്താണ്? രണ്ടും പൊട്ടന്മാര് തന്നെ.